പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. വിവരങ്ങളുമായി ER രാഗേഷ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നതിലപ്പുറം തികഞ്ഞ പ്രകൃതി സ്നേഹിയും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായിരുന്നു മാധവ് ഗാഡ്ഗിൽ. കേരളത്തെ സംബന്ധിച്ച് ആ പേര് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് വലിയ നഷ്ടവുമാണ്. എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പൂനെ. ഈ പൂനെയിൽ ജനിച്ച മാധവ് ഗാഡ്ഗിലിൻ്റെ ജീവിതം അത്രയും പശ്ചിമഘട്ട സംരക്ഷണത്തിനും പരിസ്ഥിതിക്കും വേണ്ടിയായിരുന്നു. കാരണം അവിടുത്തെ പ്രകൃതിയിലും ഒപ്പം തന്നെ സാംസ്കാരിക വൈവിധ്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും തന്നെ അവിടുത്തെ പ്രകൃതിയിലും ഒപ്പം തന്നെ സാംസ്കാരിക വൈവിധ്യത്തിലുമൊക്കെ തന്നെ ആകൃഷ്ടനായി. തുടർന്ന് അദ്ദേഹം ഒരു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാകുന്നതാണ് രാജ്യവും ഒപ്പം തന്നെ ലോകവും കണ്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്നലെ രാത്രിയായിരുന്നു. 83 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിൽ തന്നെയാണ് മരണവിവരം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പ്രകൃതിയെ ഇത്രത്തോളം അടുത്തറിഞ്ഞ മറ്റൊരു വ്യക്തി സമീപകാലത്ത് രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് നാശം ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാശത്തിൻ്റെ വക്കിലുള്ള പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹം പഠനം ആദ്യം പൂനെയിലായിരുന്നു, പിന്നീട് ഹാർവാർഡിൽ അദ്ദേഹം പഠിച്ചു. അതിനുശേഷം മടങ്ങിയെത്തിയ ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ബംഗളൂരുവിൽ ഏതാണ്ട് 30 വർഷക്കാലം അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഈ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നതൊക്കെ തന്നെ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 2011 പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള സമിതി രൂപീകരിക്കുന്ന മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി രൂപീകരിക്കുന്നത്. പ്രത്യേകിച്ച് അത് പശ്ചിമഘട്ടം നിലനിൽക്കണമെങ്കിൽ അതിനെ 3 തലങ്ങളിലുള്ള തിരിച്ചുകൊണ്ടുള്ള സംരക്ഷണം വേണം എന്ന ആവശ്യമാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല മേഖലകളാക്കി പല മേഖലകളും തിരിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദമായതാണ് പിന്നീട് രാജ്യത്തുടനീളം കണ്ടത്. കേരളത്തിലടക്കം അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തും ഉണ്ടാവുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊപ്പം ചേരുകയും എതിർക്കുന്ന സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണവുമായിരുന്നു. ഇടുക്കിയിലൊക്കെ കണ്ടത് അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഏതായാലും അന്ന് അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ചില പ്രവചനങ്ങളും തന്നെ പിന്നീട് യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ കണ്ടു. കാരണം കേരളം മുൻപ് കണ്ടില്ലാത്ത നൂറ്റാണ്ടിലെ പ്രളയം ഉണ്ടായത് 2018 അന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേരളം കേട്ടതാണ്. ആദ്യഘട്ടത്തിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളോട് വലിയ എതിർപ്പുകളൊക്കെ തന്നെ കേരളത്തിൽ ഉണ്ടായെങ്കിൽ പോലും പ്രളയമുണ്ടായ ശേഷം മാധവ് ഗാഡ്ഗിൽ നേരത്തെ പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് കേരളം ചിന്തിച്ച നാളുകളാണ് കടന്നുപോയത്. അതിനുശേഷം വയനാടിൻ്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലടക്കമുണ്ടായി. 2018 പുത്തുമല ഉണ്ടാകുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് അവിടെ വലിയ തോതിൽ വയനാട്ടിൽ നാശം വിതച്ച വയനാട് ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോഴൊക്കെ തന്നെ മാധവ് ഗാഡ്ഗിലിൻ്റെ മുൻപ് പറഞ്ഞ വാക്കുകൾ, അതായത് പശ്ചിമഘട്ട സംരക്ഷണം എത്രമാത്രം അനിവാര്യമാണെന്ന് കേരളം ഓർക്കുന്നതാണ് കണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂനെയിൽ നടക്കും എന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. ER രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.